ഞാൻ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം സ്പിരിച്വൽ റിക്കറ്റ്സ് അല്ലെങ്കിൽ ആത്മീക ഗ്രഹണി എന്ന് പറയുന്ന ഒരു വിഷയമാണ്. ഞങ്ങൾ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഒരു ഗ്രഹണി ബാധിച്ച പയ്യൻ എപ്പോഴും കോളേജിൽ വരുമായിരുന്നു. അവൻ്റെ കാലൊക്കെ കണ്ടാൽ 2 വശത്തേക്കും വില്ലുപോലെ വളഞ്ഞിരിക്കുമായിരുന്നു. ഇവന് 10 പൈസ കൊടുക്കാമെങ്കിൽ ടീച്ചേഴ്സിനെയൊക്കെ കെട്ടിപ്പിടിച്ച് അമ്മയെന്ന് വിളിക്കുമായിരുന്നു. അപ്പം ഈ മഹാഗുരുത്തക്കെട്ട പിള്ളേർ കുറേ പേരുണ്ടായിരുന്നു. ഇവന് 10 പൈസ കൊടുത്തേച്ച് ടീച്ചർമാരെയൊക്കെ കളിയാക്കി ക്ലാസ് എടുപ്പിക്കാതെ ഓടിക്കുന്ന കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. അതുപോലെ ഒരു ചെറുക്കൻ്റെ പടമാണ് ഞാൻ ഇന്നത്തെ ആ നോട്ടീസിലിട്ടത്. ശരിക്കും വളരെ വില്ലുപോലുള്ള കാലുകളും വീർത്ത വയറും മൂക്കളഭരണി പോലെ ഇങ്ങനെ എപ്പോഴും മൂക്കിൽ നിന്ന് എപ്പോഴും മൂക്കളെയൊക്കെ ഒലിപ്പിച്ച് തുറിച്ച കണ്ണൊക്കെയുള്ള അങ്ങനെയൊരു കുട്ടിയെ എൻ്റെ ഹൃദയത്തിലുണ്ട്. ആത്മീക രംഗത്തും ഇതുപോലെയുള്ള പോഷകാഹാരക്കുറവുണ്ടോ? ഈ റിക്കറ്റ്സ് ഉണ്ടാകുന്നത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ടും മറ്റ് പല കാര്യങ്ങൾ കൊണ്ടാണ്. പൊതുവെ പോഷകാഹാരക്കുറവുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതുപോലുള്ള ന്യൂനതകളൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ആത്മീക രംഗത്ത് ഇങ്ങനെയുള്ള പോഷകാഹാരക്കുറവുണ്ടോ? ഉണ്ടെങ്കിൽ അതെങ്ങനെ പരിഹരിക്കാം? അതാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കണം എന്ന് ഞാൻ വിചാരിച്ചത്. ഇതുപോലുള്ള ആഹാരക്കുറവ് കൊണ്ടുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഒന്നുകിൽ ആഹാര സാധനങ്ങളുടെ ലഭ്യത കുറവ് കൊണ്ടായിരിക്കാം. എരിട്രിയ എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ട്. അവിടെ ഒരു കുഞ്ഞ് ഇങ്ങനെ മരിക്കാൻ കിടക്കുമ്പോൾ ഒരു കഴുകൻ ഇതെപ്പം ചാകുന്നു എന്ന് അടുത്തു വന്ന് കാത്തിരുന്നിട്ട് ആ കുഞ്ഞ് മരിച്ചു കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിനെ ഭക്ഷിച്ച ഒരു പടം ഒരാള് ഫോട്ടോ എടുത്ത് പത്രത്തിലിട്ടു. അത് ഭയങ്കര വിമർശനങ്ങൾക്കും അതേസമയം തന്നെ ആ രാജ്യത്തെ പട്ടിണിയെക്കുറിച്ചുള്ള ശ്രദ്ധ ഒക്കെ ജനങ്ങൾക്കുണ്ടാകാനായിട്ട് കാരണമായി. അവസാനം കുറ്റപ്പെടുത്തലുകളൊക്കെ സഹിക്കാൻ കഴിയാതെ ആ മനുഷ്യന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. കാരണം ഈ കുഞ്ഞിനെ കഴുകൻ കൊത്തി തിന്നാനായിട്ട് മരിക്കാൻ കാത്തിരിക്കുമ്പോൾ ഈ കഴുകന്റെ ഫോട്ടോ എടുക്കാനായിട്ട് കാത്തിരിക്കുന്നതിന് പകരം നീ എന്തുകൊണ്ട് ആ കുഞ്ഞിന് എന്തെങ്കിലും കൊടുത്തില്ല എന്നുള്ള ചോദ്യത്തിന്റെ മുന്നിൽ അദ്ദേഹത്തിന് വലിയ മാനസിക വിക്ഷോഭങ്ങളുണ്ടായി. അവസാനം അദ്ദേഹം ആത്മഹത്യ ചെയ്തതായിട്ട് വായിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ക്രിസ്തീയ മേഖലകളിലും ഭയങ്കര ഈ റിക്കറ്റ്സിൻ്റെയും മാൽന്യൂട്രീഷന്റെ മറ്റ് കുറേ പ്രശ്നങ്ങളുടെയും ഭാരം വഹിക്കുന്ന അനേകരുണ്ട്. അപ്പൊ ഈ വിഷയം ഞാൻ എടുക്കുന്നത് കുറേയധികം പുതിയ മെഡിക്കൽ രംഗത്ത് വർക്ക് ചെയ്യുന്നവർ വന്നതുകൊണ്ടൊന്നുമല്ല, ഇത് നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ടതാണ്. എന്നാൽ ഇതൊരു റിയൽ പ്രോബ്ലമാണ്. ഈ മൂക്കളഭരണി പോലുള്ള അല്ലെങ്കിൽ കാല് വില്ല് പോലെ വളഞ്ഞ ഉന്തിയ വയറുള്ള കണ്ണുകളുള്ള അനേകര് ക്രിസ്തീയ ആത്മീക രംഗങ്ങളിലുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് ചിന്തിച്ച് അങ്ങനെ ഏതോ കാലത്ത് പ്രിപ്പയർ ചെയ്തിട്ട ഒരു സ്ലൈഡാണ് ഇപ്പോഴ് എടുത്ത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. നെക്സ്റ്റ് പ്ലീസ്. ഈ പോഷകാഹാരക്കുറവ് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഒന്ന്, നോൺ അവൈലബിലിറ്റി ഓഫ് ഫുഡാണ്. എറിട്രിയയുടെ കാര്യം പറഞ്ഞു. അവർക്ക് യുദ്ധത്തിലും പിടിച്ചുപറിയിലും ഒക്കെ മാത്രമേ താല്പര്യമുള്ളൂ, അല്ലാതെ ജോലി ചെയ്യാനോ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കാനോ ഒന്നും താല്പര്യമില്ല. 99% മുസ്ലിംസ് അധിവസിക്കുന്ന ഒരു രാജ്യമാണ്. തമ്മിൽ തല്ലാണ് അവിടുത്തെ പ്രധാന കൃഷി. അപ്പൊ അതുകൊണ്ട് തന്നെ ജനങ്ങളൊക്കെ പട്ടിണി കിടക്കുകയാണ്, അനേകര് പട്ടിണി കിടന്ന് മരിക്കുന്നുണ്ട്. അപ്പൊ നോൺ അവൈലബിലിറ്റി ഓഫ് ഫുഡ് ഇങ്ങനെയുള്ള പോഷകാഹാരക്കുറവിന് അല്ലെങ്കിൽ പോഷകാഹാരക്കുറവ് കൊണ്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്നതിന് കാരണമാകുന്നുണ്ട്. രണ്ടാമത്തെ ഒരു പ്രശ്നം, പോഷകാഹാരമൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷെ എന്തുകൊണ്ടോ അത് ശരീരത്ത് പിടിക്കുന്നില്ല, അത് ആഗിരണം ചെയ്യുന്നില്ല. സാധാരണ പറയാറുണ്ട് നമ്മുടെ ഈ കാൽസ്യം ഡെഫിഷ്യൻസി ഒക്കെ വരുന്നത് കാൽസ്യം കഴിക്കാത്തത് കൊണ്ടല്ല, പിന്നെ വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ടാണ് എന്ന് പറയാറുണ്ട്. അത് വളരെ ആത്മീക രംഗത്തും ശരി തന്നെയാണ്. ധാരാളം ആഹാരം ലഭ്യമാണ്, കുറേയൊക്കെ കഴിക്കുന്നുമുണ്ട്, പക്ഷെ എന്തുകൊണ്ടോ ഇത് ദേഹത്ത് പിടിക്കുന്നില്ല. ഒരു പക്ഷെങ്കിൽ ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം തിരുമല സഭ തന്നെയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു.
കാരണം എല്ലാ ഞായറാഴ്ചകളിലും നമുക്ക് നല്ല ആത്മീയ ശുശ്രൂഷകൾ കിട്ടുന്നുണ്ട്. ഇവിടെയുള്ള എല്ലാവരും തന്നെ ആത്മീയ ശുശ്രൂഷയ്ക്ക് കഴിവുള്ളവരാണ്. ചിലരൊക്കെ സ്ഥിരമായിട്ട് ചെയ്തു പോകുന്നുള്ളതേ ഉള്ളൂ. എല്ലാവരും നന്നായിട്ട് ശുശ്രൂഷിക്കുന്നവരാണ്. ധാരാളം ആഹാരമുണ്ട്. പക്ഷേ ഈ ആഹാരം ശരിക്കും നമ്മുടെ ശരീരത്തിൽ പിടിക്കുന്നുണ്ടോ? ഇത് നമ്മൾ ഒന്ന് പരിശോധിച്ച് നോക്കേണ്ട ആവശ്യമുണ്ട്. മോനെ, ആ ട്യൂബ് ലൈറ്റ് കൂടെ ഓഫ് ചെയ്യാമെങ്കിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടുമായിരിക്കും. ഓക്കെ, അപ്പം ലഭ്യതയുണ്ട്, പക്ഷേ ഭക്ഷണം കഴിച്ചിട്ടും ശരീരത്തിൽ പിടിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതൊരു വല്ലാത്ത അവസ്ഥയാണ്. ഒരു പക്ഷെങ്കില് നമ്മുടെ രൂപത്തെയും ഭാവത്തെയും ഒക്കെ അത് ബാധിച്ചു എന്ന് വന്നേക്കാം. ഒരു സമൂഹം എന്ന നിലയിൽ നമുക്ക് ആവശ്യത്തിലധികം ആത്മീയ ഭക്ഷണം ലഭിക്കുന്നു എന്നതിൽ നാം അനുഗ്രഹിക്കപ്പെട്ടവർ. അതൊരു പോസിറ്റീവാണ്. എല്ലാ ഞായറാഴ്ചകളിലും, എല്ലാ ചൊവ്വാഴ്ചകളിലും, എല്ലാ ഭവനയോഗങ്ങളിലും എന്ന് വേണ്ട നമ്മുടെ എല്ലാ മീറ്റിങ്ങുകളിലും നമുക്ക് ധാരാളം ആത്മീയ ഭോഷണം ലഭിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ നമ്മൾ തീർച്ചയായിട്ടും അനുഗ്രഹിക്കപ്പെട്ടവരാ. ഇതില്ലായിരുന്നെങ്കിൽ നമ്മൾ എരിട്രിയയിലുള്ളവരെ പോലെ പട്ടിണി കിടന്നേനെയും കഴുകൻ കൊത്തി തിന്നുന്ന അവസ്ഥ വന്നേനെയും. എന്നാൽ നമുക്ക് ധാരാളം ആത്മീക ഭക്ഷണം ലഭിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ അവസ്ഥ എങ്ങനെയുണ്ട്? ഈ ഭക്ഷണമൊക്കെ ലഭിച്ചിട്ടും ശരിക്കും ശരീരത്ത് പിടിക്കാതിരിക്കുന്നുണ്ടോ? നമ്മളും റിക്കറ്റ്സ് ബാധിച്ച കുഞ്ഞുങ്ങളെ പോലെ വളഞ്ഞു പൊളഞ്ഞ കാലും ഒക്കെ ഉള്ളവരാണോ? യിരെമ്യാ പ്രവചനം 2:10 ഇങ്ങനൊരു വാക്യം വായിക്കുന്നുണ്ട്. നിങ്ങൾ കിത്തിയരുടെ ദ്വീപുകളിലേക്ക് കടന്നു എന്ന് നോക്കുവീൻ, കേദാരിലേക്ക് ആളയച്ച് നല്ലവണ്ണം അന്വേഷിച്ച് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കുവീൻ. ഒരു ജാതി തങ്ങളുടെ ദേവന്മാരെ മാറ്റിയിട്ടുണ്ടോ? അവർ ദേവന്മാരല്ലതാനും, എന്നാൽ ജനം തന്റെ മഹത്വമായവനെ പ്രയോജനമില്ലാത്തതിന് പകരമാക്കി മാറ്റിക്കളഞ്ഞിരിക്കുന്നു. ഈ ശുശ്രൂഷകളിലെല്ലാം നമുക്ക് ലഭിക്കുന്ന ആഹാരം നമ്മളെ ദൈവത്തെ പരിചയപ്പെടുത്തുക. നമ്മൾ ദൈവത്തെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുക അനുദിനം എന്നോണം. പക്ഷെ ഇവിടെ ഒരു ജനതയെ കാണുക, അവരുടെ ദൈവത്തെ ഡിസ്മിസ് ചെയ്ത് പുതിയ ദൈവങ്ങളെയൊക്കെ റിക്രൂട്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ പറയുക, നിങ്ങൾ ജാതികളുടെ ഇടയിലേക്ക് ചെല്ല, കേദാരിലും ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ചെല്ല, അല്ലെ കിത്തിയരുടെ ദ്വീപുകളിലൊക്കെ ചെല്ല. ആരെങ്കിലും സ്വന്തം ദൈവത്തെ മാറ്റി ചരിത്രം ഉണ്ടോ? പക്ഷേ എന്റെ ജനത്തിനിടയിൽ ഇതുണ്ട് എന്നാണ് യിരെമ്യാ പ്രവചനത്തിൽ പറയുന്നത്. ഒരു പക്ഷെങ്കിൽ ജീവനുള്ള ദൈവത്തിന് പകരം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേട്ടതുപോലെ ചില പുതിയ ദൈവങ്ങളെയൊക്കെ അവരോധിച്ച്, ചിലപ്പം പണമായിരിക്കും, ചിലപ്പം കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമായിരിക്കും, അല്ലെങ്കിൽ സ്ഥാനമായിരിക്കും, ചിലർക്ക് ജാതിയാണ്, ഇങ്ങനെയുള്ള ചില വിഗ്രഹങ്ങളെ വെച്ച് ആരാധിക്കുന്നവര് ഇപ്പൊ യഥാർത്ഥ ദൈവത്തെ അനുഗമിക്കുന്നു എന്ന് പറയുകയും അതിനു പകരം, ആ ദൈവത്തിനു പകരം വേറെ ദൈവങ്ങളെ അവരോധിച്ച് അവയെ ആരാധിച്ച് അവയ്ക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്യുകയാണോ? ചിലര് ശാരീരിക സുഖത്തിന് വേണ്ടി കഷ്ടപ്പെടുക, നാവിന്റെ രുചിക്ക് വേണ്ടി. ചിലർ ഇതുപോലെയുള്ള ഇന്ദ്രിയങ്ങളുടെ സുഖത്തിന് വേണ്ടി കഷ്ടപ്പെടുക, പുതിയ ദൈവങ്ങളെ ആക്കി വെച്ചിരിക്കുക. യഥാർത്ഥ ദൈവത്തെ അന്വേഷിക്കാൻ നേരമില്ല, യഥാർത്ഥ ദൈവത്തെ ആരാധിക്കാൻ നേരമില്ല. നിങ്ങൾ എവിടെയെങ്കിലും ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? കേദാരിലുണ്ടോ? അല്ല കിത്തിയരുടെ ദ്വീപിലുണ്ടോ? ഇതാണ് ചോദിക്കുന്നത്. അല്ല ഇന്ത്യയിൽ വേണേ നമുക്ക് സാധാരണ ജനങ്ങളെ കുറിച്ച് ചോദിക്കാം. കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് അവരവരുടെ ദൈവത്തെ മാറ്റാൻ മടിക്കുക, അവരുടെ ദൈവത്തെ തന്നെ ആരാധിക്കുക. ജീവനുള്ള ദൈവത്തെക്കുറിച്ച് കേട്ടിട്ട് ജീവനുള്ള ദൈവത്തെ സ്വീകരിക്കാൻ അവർക്ക് സമ്മതമില്ല. പകരം അവരുടെ സ്ഥിരമായിട്ടുള്ള നൂറ്റാണ്ടുകളായിട്ടുള്ള ജീവനില്ലാത്ത ദൈവങ്ങളെ ആരാധിച്ചു കൊണ്ടിരിക്കുക. പക്ഷേ ഇവിടെ ഇതാ ഒരു ജനം ജീവനുള്ള ദൈവത്തെ അറിയാമായിട്ടും ആ ദൈവത്തെ മാറ്റിയിട്ട് വേറെ ദൈവങ്ങളെ പ്രതിഷ്ഠിക്കുക. നെക്സ്റ്റ്, ഓക്കെ. എന്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. അവർ ജീവജലത്തിന്റെ ഉറവായി എന്നെ ഉപേക്ഷിച്ചു, വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. 2 തെറ്റുകൾ ചെയ്യുന്നു. 1, ദൈവത്തെ ഉപേക്ഷിച്ചു. 2, വെറും പൊട്ടക്കിണറുകളെ കുഴിച്ചിരിക്കുന്നു. ഡബിൾ ഈവിൾ. നെക്സ്റ്റ് പ്ലീസ്. യിരെമ്യാ 2:19 യിരെമ്യാവിൽ കുറെ വാക്യങ്ങൾ ഞാൻ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ നിന്റെ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ചതും അവന്റെ ഭയം നിനക്കില്ലാതെ ഇരിക്കുന്നതും എത്ര ദോഷവും കയ്പുമായുള്ളതെന്ന് അറിഞ്ഞ് കണ്ടുകൊള്ളുക എന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള സെഷനുകൾ കഴിഞ്ഞ ആഴ്ച ബാബു സഹോദരന് ഇതിനെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളെ ദൈവം ഓർപ്പിക്കുക, നിങ്ങളുടെ ദോഷം എത്ര വലിയതാ,
ജീവനുള്ള ദൈവത്തെക്കുറിച്ച് അറിഞ്ഞിട്ടും ജീവനില്ലാത്ത ദൈവങ്ങളെ പ്രതിഷ്ഠിക്കുക, വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിക്കുക. ജീവനുള്ള ദൈവം ഉണ്ടായിട്ടും വിഗ്രഹങ്ങളെ ആരാധിക്കുക, അത്യാഗ്രഹത്തിന് പിന്നാലെ പോവുക, ലോകത്തിലെ സ്ഥാനങ്ങൾക്ക് പിന്നാലെ പോവുക. അയ്യോ, നിങ്ങൾക്ക് എന്തു സംഭവിച്ചിരിക്കുന്നു? ഈ ദോഷം നിങ്ങളൊന്ന് കണ്ട് മനസ്സിലാക്കണം. നിങ്ങൾക്ക് ദൈവഭയം ഇല്ലാതിരിക്കുകയാണല്ലോ, അതുകൊണ്ടാണല്ലോ നിങ്ങളിങ്ങനെ ചെയ്യുന്നത്. അതുപോലെ യിരെമ്യാവ് 2:21, ഞാൻ നിന്നെ വിശിഷ്ട മുന്തിരിയായി നല്ല തൈയായി തന്നെ നട്ടിരിക്കെ നീ എനിക്ക് കാട്ടുമുന്തിരിയുടെ തൈയായി തീർന്നത് എങ്ങനെ? അയ്യോ, ഇഷ്ടം പോലെ വെള്ളവും ആഹാരവും ഒക്കെ ഇങ്ങനെ നിന്നെ നട്ടിട്ട് ഞാനിങ്ങനെ തരിക. നല്ല മുന്തിരിവള്ളിയെയാണ് ഞാൻ നട്ടത്, നല്ല മുന്തിരി തൈയാണ് നട്ടത്. പിന്നെ നിനക്ക് എന്തു പറ്റി? നീ കയ്പുള്ള ഫലം കായ്ക്കുന്ന എങ്ങനെ? നെക്സ്റ്റ്, കള്ളൻ കണ്ടുപിടിക്കുമ്പോൾ അവൻ ലജ്ജിച്ചു പോകുന്നത് പോലെ ഇസ്രായേൽ ഗ്രഹം ലജ്ജിച്ചു പോകും. ഇതിന്റെയൊക്കെ ഫലമായിട്ട് കള്ളനെ കണ്ടുപിടിക്കുമ്പോൾ അവര് ലജ്ജിതരാകുന്നത് പോലെ സ്വന്തം ദൈവത്തെ മാറ്റി പൊതു ദൈവങ്ങളെ കണ്ടുപിടിക്കുന്നവര്, ആരാധിക്കുന്നവര് കള്ളനെ പിടിക്കുമ്പോൾ അവരെ ലജ്ജിക്കുന്നത് പോലെ അവരും ലജ്ജിച്ചു. ഒരു നാളില് നമ്മുടെ കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോഴ്, കർത്താവിന്റെ മുന്നിൽ നിൽക്കുമ്പോഴ് നമ്മൾ ലജ്ജിക്കാനുള്ള സാധ്യതയുണ്ട്. പിടിക്കപ്പെടുന്ന കള്ളന്റെ അവസ്ഥയിൽ ഇല്ല, അവിശ്വസ്തരായിട്ട് ജീവനുള്ള ദൈവത്തെക്കുറിച്ച് കേട്ടിട്ടും അറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും എന്നിട്ടും ഈ ലോകത്തിലെ വിഗ്രഹങ്ങളെ സൃഷ്ടിച്ച് അവയുടെ പിന്നാലെ നടന്നവരെ ദൈവം നമ്മളെ പിടിക്കുമ്പോഴേ, നെക്സ്റ്റ് പ്ലീസ്, നമ്മള് കള്ളനെ പോലെ, പിടിക്കപ്പെട്ട കള്ളനെ പോലെ നിൽക്കും. അതുകൊണ്ട് മഴ നിന്നുപോയി, പിന്മഴ പെയ്തതുമില്ല, എന്നിട്ടും നീ വേശ്യയുടെ നെറ്റി കാണിച്ച് നാണിക്കാതെ ഇരിക്കുന്നു. നാണമില്ലാത്തവരെ കുറിച്ച് നമുക്ക് പറയുമ്പോൾ തന്നെ നാണം തോന്നും. ചില കൊലപാതകമൊക്കെ റിപ്പോർട്ട് ചെയ്തേച്ച് ഈ കൊലപാതകിയെ പിടിച്ചു കഴിഞ്ഞ് പത്രത്തിൽ ഒരു സെന്റൻസ് അവർ ചേർക്കും, പുള്ളിക്ക് ഒരു കൂസലുമില്ലായിരുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പിടിക്കപ്പെട്ട ചില കൊടും ക്രൂരന്മാർക്ക്. ഇപ്പൊ ഒരുത്തനെ പിടിച്ചിട്ടുണ്ടല്ലേ, സെബാസ്റ്റ്യൻ കണ്ട് പറഞ്ഞ് സീരിയൽ കില്ലറാണോ എന്ന് സംശയിക്കുന്നു. ഒരു കൂസലുമില്ല. ഇവിടെ ഇസ്രായേലിനെ കുറിച്ച് പറയുകയാണ്, മഴ നിന്നുപോയി, പിന്മഴ പെയ്തില്ല, എന്നിട്ടും നീ നാണിക്കാതെ ഇരിക്കുന്നു. ഒരു ചമ്മലുമില്ല. ആത്മീയമായിട്ട് പിന്മാറ്റത്തിലായിട്ട് ഇത്രയധികം ദൈവത്തെക്കുറിച്ച് കേട്ടിട്ട് ഒരു രൂപാന്തരവും ഇല്ലാതെ ഇരുന്നിട്ട് പകരം വെറും മ്ലേച്ഛ വിഗ്രഹങ്ങളെ ജീവിതത്തിൽ പ്രതിഷ്ഠിച്ചിട്ട് ഒരു നാണവുമില്ലാതെ ഇരിക്കുന്നുവോ? 3:13, യിരെമ്യാവ് 3:13, പച്ചമരത്തിൻ കീഴിലൊക്കെയും അന്യന്മാരോട് ദുർമാർഗമായി നടന്നതും എന്റെ വാക്ക് കേട്ടനുസരിക്കാതെ ഇരുന്നതുമായ അകൃത്യം സമ്മതിക്കാൻ മാത്രം ചെയ്യുക എന്ന് യഹോവയുടെ അരുളപ്പാട്. യഹോവ പുറകെ നടക്കുക. ഓരോ ആഴ്ചയിലും 3-4 പ്രാവശ്യം നമ്മളോട് ഓരോരുത്തരോടും ദൈവം ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുക. നിന്റെ കുറ്റം ഒന്ന് സമ്മതിക്കുക, നിന്റെ അകൃത്യം ഒന്ന് സമ്മതിക്കുക, എനിക്ക് തെറ്റിപ്പോയെന്നൊന്ന് പറയുക. ഈ കാലത്ത് മനുഷ്യന് ഏറ്റവും പ്രയാസമുള്ള കാര്യം സ്വന്തം തെറ്റ് സമ്മതിക്കുന്നതാ. ഇവിടെ ഇവരെ കുറിച്ചും അത് തന്നെയാ പറയുന്നത്. തെറ്റ് സമ്മതിക്കാൻ മനസ്സില്ല, അതിനു പകരം എന്തും ചെയ്യാൻ തയ്യാറാ. തെറ്റ് സമ്മതിക്കുന്നതിന് പകരം എന്തും ചെയ്യാൻ തയ്യാറായി. ഈ ജനത്തെക്കുറിച്ച് പറയുക, നിങ്ങളൊന്ന് സമ്മതിച്ചിരുന്നെങ്കിൽ, വിശ്വാസിയായ ത്യാഗിയായ മക്കളെ മടങ്ങി വരുവീൻ, ഞാൻ നിങ്ങളുടെ വിശ്വാസ ത്യാഗം മാറ്റിത്തരാം. യിരെമ്യാവ് 3:32, ഒന്നും മടങ്ങി വന്നേ, ഞാന് നിങ്ങളുടെ പ്രശ്നം മാറ്റിത്തരാം. ഈ ഗിലെയാദില് തൈലമുണ്ട്, ഇവിടെ സുഗന്ധലേപമുണ്ട്, നിങ്ങളൊന്ന് മടങ്ങി വരുമോ? നിങ്ങളുടെ ഹൃദയത്തിലൊന്ന് അനുദപിച്ച് പശ്ചാത്തപിച്ചൊന്ന് മടങ്ങി വരുമോ? യിരെമ്യാവ് 6:10, അവർക്ക് അവരുടെ ചെവിക്ക് പരിശോധനയില്ലായകയാൽ ശ്രദ്ധിപ്പാൻ അവർക്ക് കഴിയുകയില്ല. യഹോവയുടെ വചനം അവർക്ക് നിന്നയായിരിക്കുന്നു, അവർക്ക് അതിൽ ഇഷ്ടമില്ല, ഒരു താല്പര്യവുമില്ല. ഹൃദയത്തിന് പരിശോധനയില്ല, ചെവിക്ക് പരിശോധനയില്ല. എന്ന് പറഞ്ഞാൽ കേൾക്കേണ്ടത് കേൾക്കുവാനുള്ള കഴിവ് ചെവിക്കില്ലാതെ പോയിരിക്കുന്നു. എത്ര സന്ദേശം പറഞ്ഞാലും, ആരൊക്കെ പറഞ്ഞാലും, സ്വയം പഠിച്ചാലും, മനസ്സിലാക്കിയാലും, പുസ്തകത്തിൽ നിന്ന് ഗ്രഹിച്ചാലും, ബൈബിളിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കിയാലും ഇല്ല, ചെവിക്ക് പരിച്ഛേദന ഇല്ലാത്തത് കൊണ്ട് ഇതിലെ വേണ്ടതൊന്നും ഉള്ളിലേക്ക് കയറുന്നില്ല. അയ്യോ, എന്തൊരു കഷ്ടമാ. നെക്സ്റ്റ് പ്ലീസ്. യിരെമ്യാവ് 7:25-26, നിങ്ങളുടെ പിതാക്കന്മാർ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ട നാൾ മുതൽ ഇന്നുവരെയും ഞാൻ അധികാലത്തും ഇടവിടാതെയും പ്രവാചകന്മാരായ എന്റെ സകലദാസന്മാരെയും നിന്റെ അടുക്കൽ പറഞ്ഞയച്ചു വന്നു. എന്നിട്ടും എന്നെ കേട്ടനുസരിക്കുകയോ ചെയ്യാതെ അവർ ദുശാഠ്യം കാട്ടി തങ്ങളുടെ പിതാക്കന്മാരെക്കാൾ അധികം ദോഷം ചെയ്തു. ഇത്
നമുക്ക് എത്രയോ ബിഫിറ്റിംഗ് അല്ലേ? നമ്മളിപ്പം പലരും 4ാം തലമുറക്കാരും 5ാം തലമുറക്കാരും ഒക്കെയാണ്. ഈ തലമുറകളെ ഒന്ന് നോക്കിക്കേ. ആദ്യത്തെ തലമുറ എത്ര ഭേദമായിരുന്നു. 2ാമത്തെ തലമുറ വന്നപ്പോഴ് ഒരുപാട് കോംപ്രമൈസ് ചെയ്തല്ലേ. 3ാമത്തെ തലമുറ വന്നപ്പോഴ് തീർത്തും കോംപ്രമൈസ് ചെയ്തു, തീർത്തും ലോകത്തോട് താതാത്മ്യം പ്രാപിച്ചു. 4ഉം 5ഉം തലമുറയൊക്കെ വന്നപ്പോഴ് ദൈവവുമില്ല ദേവനുമില്ല എന്നുള്ള അവസ്ഥയിലാണ്. എത്രയോ കഷ്ടമാണ് പ്രിയപ്പെട്ടവരെ ഓരോ തലമുറകളും പുതുദോഷങ്ങള് കണ്ടെത്തുക. അപ്പോസ്തല പ്രവൃത്തി 7:51 ശാഠ്യക്കാരും ഹൃദയത്തിലും ചെവിക്കും പരിശോധനയില്ലാത്തവരുമായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ഉണർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കേൾക്കാൻ മനസ്സില്ല, സ്വീകരിക്കാനായിട്ട് മനസ്സില്ല, തള്ളിക്കളഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഏതെങ്കിലും പരിശുദ്ധാത്മാവ് ഒരു കാര്യം ബോധ്യപ്പെടുത്തിയിട്ട് അയ്യോ നമ്മളത് നമ്മുടെ ജീവിതത്തിൽ അനുസരിക്കാതെ ഇരുന്നാൽ, നടപ്പിലാക്കാതെ ഇരുന്നാല് എത്രയോ കഷ്ടമാണ്. അടുത്തത് 2 ദിനവൃത്താന്തം 36:16 അവരോ ദൈവത്തിന്റെ ദൂതന്മാരെ പരിഹസിച്ചു, അവന്റെ വാക്കുകളെ നിരസിച്ചു. ഉപശാന്തി ഇല്ലാതാകും വണ്ണം യഹോവയുടെ കോപം തന്റെ ജനത്തിനു നേരെ ജലിക്കുവോളം അവന്റെ പ്രവാചകന്മാരെ നിന്ദിച്ചു കളഞ്ഞു. ദൈവം വീണ്ടും വീണ്ടും ആളുകളെ അയച്ചു. ഇസ്രായേലിന്റെ ചരിത്രം ഇത് എത്രയോ ശരിയാണ്. BC 1475 തൊട്ട് ദൈവം മോശയിലൂടെ സംസാരിച്ചു, ദൈവം ന്യായപ്രമാണം കൊടുത്തു. അവരെന്നാൽ പിന്മാറിക്കൊണ്ടേയിരുന്നു. BC 1094 അവരുടെ തലസ്ഥാനം ദൈവം തകർത്തു കളഞ്ഞു. ശീലോവിനെ ദൈവം നശിപ്പിച്ചു കളഞ്ഞു. എന്നിട്ട് ദൈവം അവരോട് പറഞ്ഞു, ശീലോവിനോട് ഞാൻ ചെയ്തത് നിങ്ങൾ കാണുന്നില്ലയോ? ഏലിയുടെ കാലത്ത് ശീലോവിനെ നശിപ്പിച്ചു കളഞ്ഞു, പെട്ടകം പിടിക്കപ്പെട്ടു പോയി. എന്നിട്ട് അത് കാണിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ദൈവം അവരോട് പറഞ്ഞുകൊണ്ടിരുന്നു. അവര് കൂസാക്കിയില്ല. അതിനുശേഷം BC 721 ഇസ്രയേല് മുഴുവൻ അടിമത്തത്തിലേക്ക് പോകേണ്ടി വന്നു. 10 കുലങ്ങള്. ഇന്നും അവരെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. ഈ 10 കുലങ്ങൾ എവിടെ പോയി ആർക്കും അറിയത്തില്ല. ഇവിടെയുണ്ട് അവിടെയുണ്ടെന്നൊക്കെ കേൾക്കുന്നതല്ലാതെ എന്നേക്കുമായിട്ട് ചിതറിപ്പോയിരിക്കുന്നു. അതുപോലെ തന്നെ 2 കുലങ്ങള് BC 586 അവരും ബാബേൽ അടിമത്തത്തിലേക്ക് പോയി. 1948 വരെ കാത്തിരിക്കേണ്ടി വന്ന് അവർക്കൊരു രാജ്യം ഉണ്ടാകാൻ. എത്ര വർഷമാണ്? BC 586 തൊട്ട് 1948 വരെ എത്ര വർഷമാണ്? 2500 വർഷങ്ങളോളം ഈ ജനം അവർക്കൊരു രാജ്യമില്ലാതെ, അവർക്ക് ഒരു രാജാവില്ലാതെ, ഒരു ഭരണകൂടമില്ലാതെ ദൈവത്തിന്റെ ശിക്ഷയിൽ കഴിഞ്ഞു. അതാണിത് പറയുന്നത്. യഹോവയുടെ കോപം തന്റെ ജനത്തിനു നേരെ ഉജ്ജ്വലിക്കുവോളം അവന്റെ പ്രവാചകന്മാരെ നിന്ദിച്ചു കളഞ്ഞു. ദൈവം ഇവരെ തകർക്കാനായിട്ട് തീരുമാനിക്കത്തക്ക വിധത്തില് ദൈവം പ്രവർത്തിച്ചു. എന്താ കാരണം? വീണ്ടും വീണ്ടും തന്റെ ദൂതന്മാരെ അയച്ചു പറഞ്ഞിട്ടും അവരെ പരിഹസിച്ചു വിട്ടു. മാനസാന്തരത്തിന് മനസ്സില്ല, തെറ്റുതിരുത്താൻ മനസ്സില്ല, പശ്ചാത്തപിക്കാൻ മനസ്സില്ല, ദുഃഖിക്കാനായിട്ട് മനസ്സില്ല. ഇതാണ് ഈ ജനത്തെക്കുറിച്ച് പറയുന്നത്. യാക്കോബിലും നമ്മൾ ഏകദേശം ഇത് വായിക്കുന്നുണ്ടെങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അവരെ ചെയ്യുന്നവരായിട്ട് ഇരിപ്പീൻ. ഞാൻ ഓർക്കുന്നു, കൊച്ചിലെയൊക്കെ ഏതെങ്കിലും ഒരു വിദ്വാന് എന്തെങ്കിലും ചെയ്യാനായിട്ട് എഴുന്നേറ്റ് നിൽക്കുമ്പോഴ് അവൻ അറിയാതെ പുറകില് കസേര അങ്ങ് വലിച്ചു മാറ്റും. എന്നിട്ട് അവൻ ഇരിക്കുമ്പം അവനെ സഹായിക്കാനെന്നുള്ള രീതിയിൽ ഒന്ന് പിടിച്ചൊക്കെ സഹായിച്ചൊരു വിധത്തിൽ ഇരുത്തിയിട്ട് എല്ലാവരും കൂടെ കൈ കൊട്ടിച്ചിരിക്കും അല്ലേ. ഒരുത്തൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവൻ്റെ ബെഞ്ചുമെല്ലാം വലിക്കും, അവൻ ഇരിക്കുമ്പോൾ താഴെ വീഴാൻ തോന്നും. അന്നേരം പിടിച്ച് രക്ഷപ്പെടുത്തി ഇരുത്തിയിട്ട് എല്ലാവരും കൂടെ ചിരിക്കും, ആർത്തട്ട അല്ലേ. ഒരുത്തനെ പറ്റിക്കുക. ഇവിടെ പറ്റിക്കുന്നവൻ സ്വയം തന്നെയാണ് പറ്റിക്കുന്നത് അല്ലേ. എന്റെ വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കുന്നവർ സ്വന്തം ബെഞ്ച് വലിച്ചു മാറ്റിയേച്ച് ബെഞ്ചുണ്ടെന്നുള്ള മട്ടിൽ ഇരിക്കുന്ന വിദ്വാനെ പോലെയാണ് തിരുവചനം കേട്ടിട്ടും ജീവിതത്തിൽ സ്വയം വ്യത്യാസം വരുത്താത്തവൻ. എന്നെങ്കിലും കേട്ട വചനത്തിലെ ഏതെങ്കിലും ഒരു കാര്യം തിരുത്തേണ്ടതായിട്ടുള്ള ഏതെങ്കിലും എന്നിലോ നിങ്ങളിലോ ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് ബോധ്യം തന്നിട്ട്, വചനം ബോധ്യം തന്നിട്ട് തിരുത്താത്തതായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ ഈ കൂട്ടത്തിലാ, സ്വയം ചതിക്കുന്നവരാ. ഇരമ്യാ 8:20 പറയുന്നത്, കൊയ്ത്ത് കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു, നാം രക്ഷിക്കപ്പെട്ടതുമില്ല. ഇസ്രായേലിനെ കുറിച്ച് പറയുന്നതാ. അവസാനം
ദൈവം അവരെ നശിപ്പിക്കാനായിട്ട് ഇതാ തീരുമാനിച്ചിരിക്കുന്നു. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടവർ നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യവചനം തന്നെ വീണ്ടും ഉപദേശിപ്പാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായ ആഹാരമല്ല, പാലത്രയും നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. ഒട്ടും ആത്മീക വളർച്ചയില്ലാത്ത, ആത്മീക പക്വതയില്ലാത്ത ഒരു കൂട്ടം ജനങ്ങള്. നാമും ആ പോഷകാഹാരക്കുള്ള ഉള്ളവരെ പോലെയാണോ? വയറൊക്കെ തള്ളി, കാലൊക്കെ വില്ലുപോലെ വളഞ്ഞ്, അതെ, ധാരാളം ഭക്ഷണം ലഭിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്, ധാരാളം ഭക്ഷണം കഴിക്കുന്നുമുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് ദൈവം തന്നിട്ടുണ്ട്. ഈ കേൾക്കുന്നതിനപ്പുറം അറിയാവുന്നവരാ. അതുകൊണ്ട് ഇതൊക്കെ വിശകലനം ചെയ്ത് ശരിക്കും മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. വളരെ പേരെങ്കിലും ഈ ഭക്ഷണം കഴിക്കുന്നുമുണ്ട്. എന്നാൽ ഒരു വികലമായ വളർച്ച അല്ലെങ്കിൽ പോഷകാഹാരക്കുറവ് ഇത് നേരിടുന്നുണ്ടോ? നേരത്തെ പറഞ്ഞ അവസ്ഥയിൽ ഏതെങ്കിലും ഇരമ്യാവിൽ നിന്ന് ഉദ്ധരിച്ച, അല്ലെങ്കിൽ യാക്കോബിൽ നിന്ന് ഉദ്ധരിച്ച, അല്ലെങ്കിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് ഉദ്ധരിച്ച ആവിധ പ്രശ്നങ്ങളും എല്ലാം നമുക്കുണ്ടെങ്കിൽ നമ്മളും ഈ പ്രശ്നങ്ങളുള്ളവരാ. മിക്കപ്പോഴും പ്രശ്നം ഭക്ഷണത്തിന്റെ അഭാവമല്ല, മറിച്ച് ശരീരത്തിൽ ആഗീരണം ചെയ്യുന്നതിലും സ്വാംശീകരിക്കുന്നതിലുമാണ് നമ്മുടെ പ്രശ്നം. കേൾക്കുന്നുണ്ട്, അത് മനസ്സിലാക്കുന്നുണ്ട്, പക്ഷേ രൂപാന്തരം വരുത്തുന്നില്ല. അങ്ങനെയുള്ളവർ സ്വയം ചതിക്കുന്നവരാണ്. ഇപ്പൊ നമ്മൾ ഈ ആയിരിക്കും കേൾക്കാത്തവരാ കുറെ കൂടെ ഭേദം. കേൾക്കാത്തവര് എറിട്രിയക്കാരെ പോലെ ഇരിക്കും അല്ലേ? കഴിവും കൊത്തി തിന്നാൻ കാത്തടുത്തിരിക്കുന്ന എറിട്രിയക്കാരുടെ മട്ടിലിരിക്കും. അപ്പൊ അതൊരു ഓപ്ഷനേ അല്ല. ശരിക്കുള്ള ഓപ്ഷൻ ഇത് തന്നെയാണ്. ധാരാളം ഭക്ഷണം ലഭിക്കണം, ശരിക്കും കഴിക്കണം, എന്നിട്ട് ശരിക്കുമുള്ള ആത്മീക വളർച്ച ഉണ്ടാകണം, ആത്മീക മെച്യൂരിറ്റി ഉണ്ടാകണം. അപ്പോഴ് മിക്കപ്പോഴും പ്രശ്നത്തിന്റെ അഭാവം ഭക്ഷണത്തിന്റെ അഭാവമല്ല, മറിച്ച് ശരീരത്തിൽ ആഗീരണം ചെയ്യുന്നതിലും സ്വാംശീകരിക്കുന്നതിലുമുള്ള പ്രശ്നങ്ങളാണ് നമ്മളെ ബാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് അടിയന്തരമായിട്ട് പരിഹരിക്കണം. ഒരു വചനം കേട്ടാൽ അന്നേരം തന്നെ സ്വീകരിക്കുകയും അന്നേരം തന്നെ അതിനുള്ള ഡിസിഷൻ എടുക്കുകയും തീരുമാനമെടുക്കുകയും അടുത്ത നിമിഷം തൊട്ട് അത് നടപ്പിലാക്കുന്ന അവസ്ഥയിലേക്കും വരണം. ഇല്ലെങ്കിൽ വയറുന്തിയ, കണ്ണുന്തിയ, കാല് വില്ലുപോലെ വളഞ്ഞ ആ ഗ്രഹണിക്കാരനെ പോലെ, അല്ലെങ്കിൽ ഗ്രഹണിക്കാരെ പോലെ ആയിരിക്കും ആത്മീകമായിട്ട് നമ്മൾ ഇരിക്കുന്നത്. നമ്മളെ തന്നെ പരിശോധിക്കണം. എന്നാൽ ശരിക്കുള്ള ദൈവഹിതം എന്താ? നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. ഈ കൊലോസ്യർക്ക് വേണ്ടി എപ്പഫ്രാദിത്തോസോ മറ്റോ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അവന്റെ പ്രാർത്ഥനാ വിഷയം അവര് തികഞ്ഞവരാകണം, പെർഫെക്ഷനിലേക്ക് വരണം, മെച്യൂർ ആകണം, വചനം ഭക്ഷിക്കണം, പാനം ചെയ്യണം, വളരണം. പിന്നെ ദൈവഹിതത്തെക്കുറിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരായിട്ട് ദൈവഹിതത്തിൽ ജീവിക്കുന്നവരാകണം. സമ്പൂർണമായിട്ടും ജീവിതത്തിലെ ഒരു കാര്യം പോലും ദൈവഹിതത്തിന് വെളിയിലാകാനായിട്ട് പാടില്ല. തിന്നാലും കുടിച്ചാലും എന്തു ചെയ്താലും ദൈവത്തിന് മഹത്വം ഉണ്ടാകുന്നവരായി തീരണം. ദൈവഹിതത്തിൽ എപ്പോഴും ആയിരിക്കണം. നമുക്ക് ദൈവഹിതം വളരെ ലിമിറ്റഡ് മേഖലകളിലേ ഉള്ളൂ. കല്യാണത്തിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ ദൈവഹിതത്തെ കുറിച്ച് പറയും. പിന്നെ ജോലിയുടെ കാര്യത്തിലൊക്കെ കുറച്ച് പറയും. പലപ്പോഴും അതൊന്നും നോക്കാതെ അവസാനം തീരുമാനിക്കുന്നത്, ശമ്പളവും കിമ്പളവും ഒക്കെ നോക്കി ചിലപ്പോൾ നമ്മളങ്ങ് തീരുമാനിച്ചെന്ന് വരും. എന്നാൽ ഇങ്ങനെയുള്ള ചില മേഖലകളിൽ മാത്രമേ ദൈവഹിതത്തെക്കുറിച്ച് പറയുന്നുള്ളൂ. പക്ഷേ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സ്റ്റെപ്പും ദൈവഹിതം അനുസരിച്ച് വേണം. ഇന്ന് ആമസോണില് എന്ത് ഓർഡർ ചെയ്യണം? യെസ്, അതിലും ദൈവഹിതം അന്വേഷിക്കേണ്ടതുണ്ട്. അനേക സുവിശേഷന്മാര് ആഹാരമില്ലാതെ പട്ടിണി കിടക്കുന്നുണ്ട്. അപ്പൊ എൻ്റെ ഒരു മാസത്തെ ആമസോൺ ബില്ല് അവന്റെ 6 മാസത്തെ ആഹാരത്തിന്റെ ചെലവ് പോലെ ആകുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു വർഷത്തെ ആഹാരത്തിന്റെ ചെലവാകുന്നെങ്കിൽ നമ്മൾ ദൈവഹിതം അന്വേഷിച്ചല്ല അത് ചെയ്യുന്നത്. നമ്മുടെ വസ്ത്രം എടുക്കുമ്പോഴ്, അല്ലെങ്കിൽ വീട് പണിയുമ്പോഴ്, വാഹനം മേടിക്കുമ്പോഴ്, ജീവിതത്തിലെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ദൈവഹിതം അന്വേഷിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം ഇതാണ് ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ആഗ്രഹം. തികഞ്ഞവരാകണം. പിന്നെ ദൈവഹിതത്തെക്കുറിച്ച് പൂർണ്ണ നിശ്ചയം വേണം. ഓരോ കാര്യത്തെക്കുറിച്ചും
ഓട്ടോ പിടിച്ചു പോകണോ, ടാക്സി പിടിച്ചു പോകണോ, അതോ നടന്നു പോകണോ, മട്ടൺ മേടിക്കണോ, അതോ ചിക്കൻ മതിയോ, മീൻ മതിയോ, അതോ ഇതൊന്നും ഇല്ലാതെ മാനേജ് ചെയ്യണോ? ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും ഓരോ തീരുമാനങ്ങളിലും ദൈവഹിതം കണ്ടെത്തി പൂർണ്ണ നിശ്ചയമുള്ളവരായിട്ട് നിൽക്കണം. ഇതാണ് അദ്ദേഹത്തിന്റെ എപ്പഫ്രാസിന്റെ ആഗ്രഹം. അതുപോലെ എഫേസ്യർ 4:14-15 അങ്ങനെ നാം ശിശുക്കളായിരിക്കാതെ ക്രിസ്തു എന്ന തലയോളം വളരുവാനിടയാകും. ഈ ദൈവവചനമൊക്കെ ഭക്ഷിച്ചും പാനം ചെയ്തും, പൂർണ്ണവാക്യമില്ല, നിങ്ങൾ റെഫർ ചെയ്തോളുക. നമ്മൾ ഭക്ഷിച്ചും പാനം ചെയ്തും യേശു ക്രിസ്തു എന്ന തലയോളം വളരണം. ഇതാ ദൈവത്തിന്റെ ആഗ്രഹം. റോമർ 8:28-29 ദൈവഹിതം പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകണമെന്നാണ് നമ്മൾ വായിക്കുന്നത്, അല്ലേ? പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകണം. നമ്മള് സ്ഥലം മേടിക്കാൻ പോകുമ്പോൾ ഭാഗികമായിട്ട് പണിത ഒരു സ്ഥലമാണ് മേടിക്കുന്നെങ്കിൽ എങ്ങനെ ഇരിക്കും? ഞാൻ കഴിഞ്ഞ ദിവസവും അത് കാരണം പറഞ്ഞ ഫൗണ്ടേഷൻ മാത്രമേ ഉള്ളൂ. 5 സെന്റ് സ്ഥലം, നല്ല മനോഹരമായ ഒരു പ്ലാനുണ്ട്, പക്ഷേ ഫൗണ്ടേഷനെ പണിതിട്ടുള്ളൂ. നമ്മൾ ഫുൾ വില കൊടുക്കുമോ സാറേ? ആ ബാക്കി പണിയാനുള്ള കാശൂടെ മനസ്സിൽ കണ്ടിട്ട് അതൊക്കെ കഴിച്ചിട്ടുള്ള വിലയെ കൊടുക്കുള്ളൂ, അല്ലേ? യേശുക്രിസ്തു വരുമ്പോഴത്തേക്ക് നമ്മൾ യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരണം, ഫുള്ളി ബിൽറ്റ് ആകണം, പൂർണ്ണമായിട്ടും പണിയപ്പെടണം, പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകണം എന്നാണ് ദൈവഹിതമെങ്കിൽ നമ്മൾ ഫൗണ്ടേഷൻ ലെവലിൽ കിടക്കാന്ന് എങ്ങനെ ഇരിക്കും? രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, ഭയങ്കര പ്രാഗൽഭ്യമാണ്, രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. രക്ഷ നഷ്ടപ്പെടുകയെന്നുള്ള ഉറപ്പ് ജീവകാലം മുഴുവൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത്യാവശ്യം തോന്നിയ പോലൊക്കെ ജീവിച്ചു. കാര്യം വളരെ ശരിയാ, രക്ഷ നഷ്ടപ്പെടത്തില്ല, സ്വർഗ്ഗത്തിൽ പോവുകയും ചെയ്യും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക, ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഫൗണ്ടേഷൻ മാത്രമുള്ള വീടിന് വില കുറവാണ്, അതിന്റെ മൂല്യം കുറവാണ്. എന്ന് പറഞ്ഞാൽ നമ്മള് യേശുക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ എത്ര അവശേഷിക്കുന്നുവോ അത്രയധികം നഷ്ടം നമുക്ക് സ്വർഗത്തിൽ അനുഭവപ്പെടും. അതിനെക്കുറിച്ച് ഒരു സംശയവും വേണ്ട. ഞാൻ ഞായറാഴ്ച പറഞ്ഞ പോലെ സ്വർഗം സോഷ്യലിസത്തിന്റെ സ്ഥലമേ അല്ല. അവനവൻ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് അവന്റെ ബെമയുടെ മുന്നിൽ, ന്യായാസനത്തിന്റെ മുന്നിൽ നിൽക്കേണ്ടി വരും. അയ്യോ, ഇപ്പൊ നമ്മൾ വല്ലതും വിചാരിച്ചേക്കുന്നേ, ചിലരൊക്കെ മാത്യു പോളൊക്കെ അങ്ങ് വളർന്നു പോകട്ടെ, കാണുമ്പോ സൈഡിൽ നിന്ന് കൈയടിച്ചു കൊള്ളാം, അയ്യോ ഇത്രയും വയ്യാതായിട്ട് എന്തോ ഒരു പ്രത്യാശയാ, ഒരു പിറുപിറുപ്പും ഇല്ലല്ലോ, നല്ലത് അല്ലെ? ബില്ലി ഗ്രഹാം ഭയങ്കരമായിരുന്നു, കൊള്ളാം. ഞങ്ങൾക്കൊന്നും ഇതൊന്നും ബാധകമല്ല. ഒരു കാര്യം പറയട്ടെ, ഈ കച്ചവടം വൻ നഷ്ടത്തിലേക്കാ പോകുന്നത്. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകുകയല്ലെന്നോ സ്വർഗത്തിൽ സന്തോഷം കിട്ടുകയെന്നോ ഒന്നുമല്ല. പക്ഷേ വെറും ഫൗണ്ടേഷൻ മാത്രമുള്ള വീടാണെങ്കിൽ ദൈവം വിലമതിക്കാൻ പോകുന്നില്ല. ദൈവം വിലമതിക്കാൻ പോകുന്നില്ല എന്നുള്ളതിലും വലിയ കുഴപ്പം, നമ്മളും വിലമതിക്കാൻ പോകുന്നില്ല. ഇവിടെ ഫിലോസഫിയൊക്കെ പറഞ്ഞിരിക്കും, രക്ഷിക്കപ്പെട്ടാൽ പിന്നെ രക്ഷ നഷ്ടപ്പെടുകയില്ല, ഞാനും തീർച്ച സ്വർഗത്തിൽ പോകും എന്നൊക്കെ പറഞ്ഞ് വീരവാദം അടിച്ച് ഇവിടെ ജീവിക്കും, ശരിയാ, പോകുക തന്നെ ചെയ്യും. എന്നിട്ട് വേണേ ചില ന്യായീകരണമൊക്കെ പറയാം, ആരാ ഇത്ര വിശുദ്ധര്, അല്ലെ? ആരാ ഇത്ര വിശുദ്ധര്, ആരാ ഇത്ര ദൂതന്മാര്, ആരാ യേശുക്രിസ്തുവിനെ പോലെയുള്ളവര് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ ന്യായീകരിക്കുമായിരിക്കും. പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ നമുക്ക് തന്നെ മൂല്യം കൽപ്പിക്കുന്ന ഒരു സമയമുണ്ട്. സ്വർഗത്തിലെ ഇവാലുവേഷന്റെ പ്രത്യേകത അതാ, നമ്മളെ കൊണ്ട് തന്നെ ഇവാലുവേറ്റ് ചെയ്യിപ്പിക്കും എല്ലാം. നമ്മളെ ഒരു നിമിഷം കൊണ്ട് ഹൃദയത്തിലൂടെ ഒന്ന് ഓടിച്ചു കാണിക്കും, മോനെ മോളെ നിന്റെ ജീവിതം ഇതായിരുന്നു, എന്നിട്ട് നീ തന്നെ ഒന്ന് നിശ്ചയിച്ചേ. അപ്പൊ നമുക്ക് ആകെപ്പാടെ അയ്യോ, മുമ്പേ പറഞ്ഞ പിടിക്കപ്പെട്ട കള്ളന്റെ ഒരവസ്ഥയല്ലേ, വചനത്തിൽ തന്നെ ഉപയോഗിച്ചേക്കുന്ന സിമിലിയ, അല്ലെ? അപ്പം അങ്ങനെ നാം ശിശുക്കളായിരിക്കാതെ ക്രിസ്തു എന്ന തലയോളം വളരാനായിട്ട് ഇടയാകും. എഫേസ്യർ 3:13 നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയുടെ അളവോളം പ്രാപിക്കുവോളം നമ്മള് ദൈവപുത്രനെ കുറിച്ചുള്ള
പരിജ്ഞാനത്തിലുള്ള ഐക്യത എന്ന് പറഞ്ഞാൽ ദൈവപുത്രനെ കുറിച്ച് എല്ലാവരും ഒരുപോലെ മനസ്സിലാക്കിയ അവസ്ഥയിലെത്തണം. പരിജ്ഞാനത്തിന്റെ കാര്യത്തിൽ ഐക്യത വേണം. ഞങ്ങളുടെ സഭയിലെ ഇന്നാള് പുലിയാ. പുലിയുടെ കാര്യമൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ദൈവത്തിന്റെ ആഗ്രഹം ഒരു സഭയിലുള്ള എല്ലാവരും ഒരുപോലെ പുലികളാകണമെന്നാ, എല്ലാവരും ഒരുപോലെ പ്രാർത്ഥനാവീരന്മാരാകണമെന്ന പരിജ്ഞാനത്തിൽ, ദൈവപുത്രനെ കുറിച്ചുള്ള അറിവിൽ, ജ്ഞാനത്തിൽ പൂർണ്ണതയുള്ളവരായിട്ട്, സമത്വമുള്ളവരായിട്ട് തീരണം. പിന്നെ തികഞ്ഞ പുരുഷത്വം, ആത്മീക പുരുഷത്വം, അല്ലേ സ്ത്രീത്വം. പുരുഷത്വത്തിന്റെ അടയാളം എന്തൊക്കെയാ? കുഞ്ഞുങ്ങളുടെ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ അറിയാലോ. കുഞ്ഞുങ്ങൾ ശാഠ്യം പിടിക്കും, അല്ലെ? അൺറീസണബിൾ ആണ്, വഴക്കുണ്ടാക്കും, അല്ലെ? പുരുഷത്വത്തിന്റെ ലക്ഷണം നേരെ തിരിച്ച. അപ്പൊ ഇവര് ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലുള്ള ഐക്യത, അതുപോലെ തികഞ്ഞ പുരുഷത്വം, പിന്നെ ക്രിസ്തുവിന്റെ സമ്പൂർണതയുടെ അളവും പ്രാപിക്കണം. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു എങ്ങനെയായിരുന്നുവോ അതുപോലെ ആയിത്തീരണം എന്ന് പറഞ്ഞാൽ നിത്യതയിൽ യേശുക്രിസ്തു നിത്യനായിരുന്ന പോലെ, സർവശക്തനായിരുന്ന പോലെ നമുക്ക് പറ്റില്ല. പക്ഷെ ധാർമ്മികമായിട്ട് യേശുക്രിസ്തുവിന്റെ ധാർമ്മിക സ്വഭാവമുള്ളവരായി തീരണം. ഇതാണ് ദൈവം നമ്മൾ ഓരോരുത്തരെയും കുറിച്ച് ഉദ്ദേശിക്കുന്നത്. മാത്യു പോളങ്കിളിനെ കുറിച്ച് മാത്രമല്ല, സൈമൺ സാറിനെ കുറിച്ച് മാത്രമല്ല, KG കുര്യച്ചനപ്പച്ചനെ കുറിച്ച് മാത്രമല്ല, നമ്മൾ ഓരോരുത്തരെ കുറിച്ചുമുള്ള ഉദ്ദേശം ഇതാണ്. നമ്മളെ ഇവരോടൊന്നിച്ച് ചിന്തിക്കേണ്ട ഒരാവശ്യവും ഇല്ല. പക്ഷേ ഇവരോട് നമ്മളെ ഒന്ന് താരതമ്യപ്പെടുത്തുമ്പോൾ കുറെ കൂടെ എളുപ്പമാണ്, അല്ലേ? എത്രയോ പേര്, എത്രയോ ഭക്തന്മാര് തങ്ങളുടെ ജീവനെ തന്നെ കർത്താവിന് വേണ്ടി കൊടുക്കാൻ തയ്യാറായവര്, യേശുക്രിസ്തുവിനെ പോലെ ആയി തീരാനായിട്ട് ഒരു വലിയ അളവ് വരെ വിജയിച്ചവര്. യെസ്, നമ്മള് പൂർണ്ണത പ്രാപിക്കണം. അപ്പം വളരാൻ ഞാൻ എന്തോ ചെയ്യണം? ഈ അവസ്ഥയിലെത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതാണ് ഇന്നത്തെ പാഠഭാഗം. വളരാനായിട്ട് നമുക്ക് ഒന്നാമതായിട്ട് ആഗ്രഹം വേണം. ആഗ്രഹം വേണം. വളരണമെങ്കിൽ ആഗ്രഹം വേണം. കുറെ വാക്യങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്, വിശദമായിട്ട് വായിക്കാൻ നേരമില്ല. ലൂക്കോസ് 17:5 അവര് ചെന്ന് കർത്താവിനോട് ചോദിക്കുക, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു തരണം. അയ്യോ, വിശ്വാസക്കുറവാ ഞങ്ങൾക്ക് വിശ്വാസം വേണം. അവരുടെ ഡിഫക്റ്റ് അവര് കണ്ടുപിടിച്ചു. അതവർക്ക് വലിയ ആഗ്രഹമായിട്ട് മാറിയിരിക്കുന്നു. അത് വേണമെങ്കിൽ യഥാർത്ഥ സ്റ്റാൻഡേർഡ് എന്താണെന്ന് മനസ്സിലാക്കണം. യേശു ക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്നത് ആ സ്റ്റാൻഡേർഡ്. ആ സ്റ്റാൻഡേർഡ് എനിക്കില്ലെങ്കിൽ കുറവുള്ളവനാണ്. മോഷ്ടിച്ചവരെ പിടിക്കുമ്പോൾ നമ്മൾ നേരത്തെ വാക്യത്തിൽ വായിച്ചല്ലോ, അവര് ലജ്ജിക്കുന്നത് പോലെ ഈ ലോകത്തിൽ വിശ്വാസിയായിട്ട് 30 വർഷം, 40 വർഷം, 50 വർഷം, 60 വർഷമൊക്കെ തന്നിട്ട് നീ എങ്ങും എത്തിയില്ലേ, യു ഫെയിൽഡ്. ഷൈസോര ക്വാർട്ടർ ഗാർഡിൽ നിന്ന് ഉറങ്ങിയാൽ എന്നോ പറ്റും? പട്ടാളത്തിലെ ആ മെയിൻ ഗാർഡില് ഒരു പട്ടാളക്കാരൻ ഡ്യൂട്ടി സമയത്ത് നിന്ന് ഉറങ്ങിയാൽ, തോക്കെ കുത്തിച്ചാരി നിന്ന് സുഖമായിട്ട് ഉറങ്ങിയാൽ എന്നോ പറ്റും? പെർമനന്റ് വീട്ടിൽ വന്നുറങ്ങേണ്ടി വരും, അല്ലേ? അവരെ തീർച്ചയായിട്ടും ശിക്ഷിക്കും. പിടിക്കപ്പെട്ടാൽ അതിൽ പരം ഒരു നാണക്കേട് ഒരു പട്ടാളക്കാരന് വരാനില്ല. ഓർക്കുക, നമ്മള് യേശുക്രിസ്തുവിന്റെ അളവിനോളം വളർന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തില് കുറവാണ്. അപ്പൊ അതിനുള്ള ഒരാഗ്രഹം വേണം. തുടക്കം അവിടാണ്. എനിക്ക് ആത്മീയമായിട്ട് വളരണം, എനിക്ക് മെച്യൂരിറ്റി പ്രാപിക്കണം എന്ന് കർത്താവ് വന്നാൽ, അയ്യോ എന്റെ കാര്യം ഗതികേടാ, അല്ലേ? കോളേജിൽ പഠിക്കുന്ന ചെറുക്കന് കുപ്പിപ്പാലുമായിട്ട് ഇറയത്ത് കിടന്ന് കുടിക്കുമ്പോഴ് സഭയിലെ മൂപ്പൻ വന്നാൽ എങ്ങനെ തോന്നും? കോളേജിൽ പഠിക്കുന്ന മോന് ഇറയത്ത് സെറ്റിയയിൽ കിടന്നല്ലേ ദിവാനെ കിടന്ന് കുപ്പിപ്പാല് കുടിക്കുക എങ്ങനെ തോന്നും? ആത്മീയ വളർച്ച ഇല്ലാത്തതിന് നാണം തോന്നും, അല്ലേ? യെസ്, ഇന്ന് കർത്താവ് വന്നാൽ ആത്മീയ വളർച്ചയുള്ളവനായിട്ട് ഉള്ളവളായിട്ട് എന്നെ കാണുമോ? ലൂക്കോസ് 17:5, അപ്പോസ്തല പ്രവൃത്തി 17:11, 1 രാജാക്കന്മാർ 3:1-9, എഫേസ്യർ 13:15, ഫിലിപ്പിയർ 3:12-14. രണ്ടാമത്തേത്, ദൈവത്തോട് ഭയവും ബഹുമാനവും വേണം. നമ്മൾ നേരത്തെ ഒരു വാക്യത്തില്
ആ ഭയത്തെക്കുറിച്ച്. നിങ്ങൾക്ക് എന്നെ ഭയമില്ല, ബഹുമാനമില്ല. ദൈവത്തിന്റെ ഏത് സ്വഭാവത്തെക്കുറിച്ചാണ് ഏറ്റവും ഭയം വേണ്ടത്? ഭയം എന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റാ. കടിക്കുന്ന പട്ടിയെയുള്ള ഭയമല്ല, ശരിക്കും ദൈവത്തെയുള്ള ബഹുമാനം. ഏത് സ്വഭാവത്തോടാണ് ഏറ്റവും അധികം ബഹുമാനം തോന്നേണ്ടത്? വിശുദ്ധി. യെസ്, ദൈവത്തിന്റെ വിശുദ്ധിയെക്കുറിച്ച് ഒരു പേടി വേണം, ഒരു ബഹുമാനം വേണം. അയ്യോ, രാപ്പകല് ദൂതന്മാര് ഹോളി 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 ഓൾമൈറ്റി എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കളങ്കവുമില്ലാത്തവനായ വിശുദ്ധനായ, സ്നേഹത്തിനു വേണ്ടി തന്നെത്താൻ സമർപ്പിച്ചവനായ ദൈവം. ദൈവം വിശുദ്ധൻ എന്ന് പറഞ്ഞാൽ ദൈവം തന്നെത്താൻ സ്നേഹിക്കാനായിട്ട് തന്നെ തന്നെ സമർപ്പിച്ചെന്ന് അതിന്റെ ശരിക്കുള്ള അർത്ഥം. കം വാട്ട് എവർ മേ ഐ വിൽ ലവ്. എന്തു സംഭവിച്ചാലും ഞാൻ സ്നേഹിച്ചിരിക്കും. ആ ഒരു കമ്മിറ്റ്മെന്റ്, അതിനുവേണ്ടി സ്വയം വേർതിരിച്ചിരിക്കുന്ന ആളാണ്, വിശുദ്ധനാണ്. ഈ വിശുദ്ധനായ ദൈവത്തിന്റെ അടുത്ത് അനുസരണം കെട്ടവനായിട്ട്, മ്ലേച്ഛതകൾ ചെയ്യുന്നവനായിട്ട് അല്ലെങ്കിൽ ചെയ്യുന്നവളായിട്ട് ഞാൻ എങ്ങനെ പോകും? സദൃശവാക്യം 1:7 യഹോവഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. 9:10 സങ്കീർത്തനങ്ങൾ 111:10 അതും വീണ്ടും യഹോവഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. യഹോവയുള്ള ഭയം, ഫിയർ ഓഫ് ഗോഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. എബ്രായർ 11:6 ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ഇരമ്യാവ് 2:19 ദൈവത്തെ ഒരു പേടി വേണം. അയ്യോ, ഞങ്ങൾക്ക് വലിയ പേടിയാ, പക്ഷെ എന്നിട്ട് കണ്ടിട്ട് തോന്നുന്നില്ലല്ലോ. രഹസ്യ ജീവിതങ്ങളെ പോലും കാണുന്ന, ഹൃദയ ചിന്തകളെ പോലും കാണുന്ന ഒരു ദൈവം, ആ ദൈവത്തിന്റെ മുന്നിൽ എനിക്കെങ്ങനെ ഇങ്ങനെ ജീവിക്കാൻ കഴിയുന്നു? എനിക്കെങ്ങനെ നുണ പറയാൻ കഴിയുന്നു? എനിക്ക് സഹോദരന്മാരെ കുറിച്ച് ദുണ്ണും ദുഷിയും പറഞ്ഞ് പരത്താൻ എങ്ങനെ കഴിയുന്നു? എങ്ങനെ കഴിയുന്നു? എന്തുകൊണ്ടാ? ദൈവത്തെ ഭയമില്ല, നോ ഫിയർ. ഈ കർത്താവ് വരുമെന്നുള്ള പേടിയുമില്ല, ഈ കർത്താവ് വിശുദ്ധനാണെന്നുള്ള ഭയമില്ല. ദൈവത്തെ ഭയവും ബഹുമാനവും ഉണ്ടെങ്കിലേ യേശുക്രിസ്തുവിനോളം വളരാനായിട്ട് നമുക്ക് ശ്രമിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഭയമുള്ളിടത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ബഹുമാനം കാണും. ബഹുമാനം ഉള്ളവരെ പോലെ ആയിത്തീരാൻ നമ്മൾ ശ്രമിക്കുക തന്നെ ചെയ്യും. ഞാൻ സാധാരണ പറയുന്ന ഉദാഹരണമുണ്ടല്ലോ, സച്ചിൻ ടെണ്ടുൽക്കറെ ആരാധിക്കുന്ന ഒരു പയ്യന് കളിച്ചു കളിച്ച് അവസാനം സച്ചിനെ പോലെ ആയിത്തീരും അല്ലേ? ശുഭ്മാൻ ഗില്ലിനെ കുറിച്ചൊക്കെ നമുക്ക് വേണേ അങ്ങനെ പറയാം. ആരെ ആരാധിക്കുന്നു, ആരെ ബഹുമാനിക്കുന്നു, ആരെ ഭയപ്പെടുന്നു, ആ ആളിനെ പോലെ ആയിത്തീരാൻ നമ്മൾ ശ്രമിക്കുക തന്നെ ചെയ്യും, അറിയാതെ. ഇപ്പൊ നമ്മുടെ ജീവിതത്തില് യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്ന ട്രാൻസ്ഫോർമേഷൻ ഇല്ലെങ്കിൽ ദൈവത്തെ ഭയമില്ലെന്ന് ഓർത്താൽ മതി. മൂന്നാമത്തേത് വിശപ്പ് വേണം. ഇയ്യോബ് 23:12, സങ്കീർത്തനങ്ങള് 119:131 വിശപ്പ് വേണം, അപ്പറ്റൈറ്റ് വേണം. ഹങ്കറും അപ്പറ്റൈറ്റുമായിട്ടൊക്കെ വ്യത്യാസമുണ്ട് അല്ലേ? ഹങ്കർ എന്ന് പറഞ്ഞാൽ കഴിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്, പക്ഷേ കഴിക്കാൻ തോന്നാതിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. വിശപ്പുണ്ട്, അതേ സമയത്ത് അപ്പറ്റൈറ്റ് ഇല്ല, അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. നമുക്ക് അപ്പറ്റൈറ്റ് വേണം, ദൈവവചനം ഭക്ഷിക്കണം. ചിലർക്ക് 3 വാക്യം വായിച്ചു കഴിയുമ്പോൾ ഉറക്കം വരും അല്ലേ? നമ്മൾ എത്ര പേര് ജനുവരി 1 തീയതി ബൈബിള് വായിച്ചു തുടങ്ങിയിട്ട് 15 തീയതിയോ 20 തീയതിയോ 25 തീയതിയോ നിർത്തിയവരായിട്ടുണ്ട്. അപ്പറ്റൈറ്റ് ഇല്ല, ഇത് കുടിക്കണമെന്നുള്ള ആക്രാന്തമില്ല. ഈ അപ്പറ്റൈറ്റിന്റെ ശരിക്കുള്ള ഒരു പദം ആക്രാന്തം എന്നുള്ളതാണ്. പക്ഷെ ആക്രാന്തം എന്ന് പറഞ്ഞാൽ അതിനൊരു നെഗറ്റീവ് അർത്ഥമുള്ളതുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കാത്തത്. കഴിക്കാനുള്ള ഒരാവേശം അല്ലേ? താഴെ സ്നാനത്തിന് കല്ലൊക്കെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു പൂശലുണ്ടെന്നാ കേട്ടിട്ടുള്ളൂ. ഭയങ്കര അപ്പറ്റൈറ്റാ അല്ലേ? ശരിയല്ലേ? ഷാജി സാറിനൊക്കെ ചിരിക്കുന്നു, കണ്ടിട്ടുള്ളത് കൊണ്ടായിരിക്കും അല്ലേ? എന്താ ചെറിയമോനെ? ഭയങ്കര അപ്പറ്റൈറ്റാ. വേണേ കോൺക്രീറ്റും തിന്നാനുള്ള അപ്പറ്റൈറ്റ് ഉണ്ട്, തിരുവചനം ഭക്ഷിക്കാനുള്ള അപ്പറ്റൈറ്റ് ഉണ്ടോ എനിക്ക്? ഒരു വർഷം ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് വായിച്ച് തീർക്കണ്ടേ? വേണ്ടേ? ഇതെനിക്ക് വായിക്കാനായിട്ട് തന്നിട്ടുള്ളതല്ലേ? ഇത് മുഴുവനും ഞാൻ ഗ്രഹിക്കണ്ടേ? ഇതൊരു പ്രാവശ്യം പോലും മുഴുവനായിട്ട് വായിച്ചിട്ടില്ലാത്ത എനിക്ക് ക്രിസ്ത്യാനി എന്ന് പറയാനായിട്ട് നാണമില്ലേ? ഈ ബൈബിള് ഒരു പുറം തൊട്ട് മറുപുറം വരെ ഒരു പ്രാവശ്യം പോലും വായിച്ചിട്ടില്ല.
പിന്നെ എങ്ങനെയാ ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നത്? അപ്പറ്റൈറ്റ് ഇല്ല. ആഗ്രഹമൊക്കെ ഉണ്ട്, യേശുക്രിസ്തുവിനെ പോലെ ആകണം. പക്ഷേ ഈ അപ്പറ്റൈറ്റ് അങ്ങോട്ടില്ല. അപ്പറ്റൈറ്റ് വർദ്ധിക്കാൻ എന്താ ചെയ്യണം? കഴിക്കുക എന്നുള്ളത് തന്നെയാണ്, അല്ലേ? രണ്ടുപേരിട്ടുണ്ട് പറഞ്ഞാട്ട്, ബ്രതിൽ വന്നിട്ടില്ല. കുറെ നാള് കഴിക്കാതിരുന്ന നമ്മുടെ ആഹാരത്തിനുള്ള ആസക്തിയൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരും. അതിന് പകരമായിട്ട് നമ്മൾ പുതിയ ആസക്തി നേടിയെടുക്കുന്നുണ്ട്. എന്തുവാ? മൊബൈലിൽ ഞോണ്ടുക. അപ്പറ്റൈറ്റ് ഉണ്ടോ? ബൈബിൾ ക്ലാസ്സിന് വരാൻ അപ്പറ്റൈറ്റ് ഉണ്ടോ? ഞായറാഴ്ച യോഗത്തിന് വന്നില്ലേ? അറ്റൻഡൻസ് ഇല്ലാതാകും. എന്നാ പിന്നെ അത് വേണ്ട, ഞായറാഴ്ച എങ്ങനെയും പൊയ്ക്കളയാം. അപ്പറ്റൈറ്റ് ഉണ്ടോ? ഞാൻ പണ്ടും പറഞ്ഞിട്ടുള്ളൊരു ഉദാഹരണം പറഞ്ഞാല്, ഒരു തേനീച്ച 50-60 കിലോമീറ്റർ അകലെയുള്ള തേനിന്റെ ഉറവിടം പോയി കണ്ടുപിടിച്ച് അവിടുന്ന് തേൻ ശേഖരിക്കും. എന്താ കാരണം? ഇനി അടുത്ത ഒരു കൂട്ടം കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കണം, അവയ്ക്ക് വേണ്ട ആഹാരം കൊണ്ടുവയ്ക്കണം, ഒരു റാണിയെ ഡെവലപ്പ് ചെയ്തെടുക്കണം. ഒരുപാട് പദ്ധതികള് സ്കൗട്ടിങ്ങിന് പോകുന്ന ഈച്ചയ്ക്കുമുണ്ട്, ഇത് ശേഖരിക്കാൻ പോകുന്ന ആ വർക്കർ ഈച്ചയ്ക്കുമുണ്ട്. ഈ അപ്പറ്റൈറ്റ് ശരിക്കും നമുക്കുണ്ടോ? അപ്പറ്റൈറ്റ് വർദ്ധിക്കാനുള്ള മാർഗം ഇത് ഭക്ഷിക്കുക എന്നുള്ളതാണ്. അത് ഭക്ഷിക്കുമ്പം വെറുതെ ഈ പണ്ട് പഠിക്കാൻ പറയുമ്പോഴ് എന്നും ഒരേ പാഠമായിരുന്നു. നിറന്ന വേലികൾ നിറക്കവേ കുട്ടി എന്നും പറഞ്ഞ് ഒരു പാട്ട് പോയിരുന്നു, ചെല്ലുമായിരുന്നു. കേൾക്കുമ്പോൾ മാതാപിതാക്കൾ വലിയ സന്തോഷമാണ്, ചെറുക്കം മലയാളം പുസ്തകമെങ്കിലും പഠിക്കുന്നുണ്ടല്ലോ. പക്ഷെ ഇത് അകത്തോട്ടൊന്നും കയറുന്നില്ല. അങ്ങനെ പഠിച്ചാൽ അപ്പറ്റൈറ്റ് കൂടുകയില്ല. ഈ തിരുവചനത്തിന്റെ ആ രുചി, അത് തേനിലും മധുരമാണെന്നുള്ളത് കുറേശ്ശെ കുറേശ്ശെ അനുഭവിച്ചു വരുമ്പോൾ ഓരോ ദിവസവും അപ്പറ്റൈറ്റ് കൂടിക്കൂടി വരും. അപ്പറ്റൈറ്റ് ഇല്ലെങ്കിൽ എന്താ മാർഗം? സൈക്കിൾ പഠിക്കണ എന്നാ മാർഗം? ഒരു സൈക്കിൾ മേടിക്കുക, യൂട്യൂബിൽ നോക്കി ഇതെങ്ങനെയാ ഓടിക്കുന്നുള്ളത്, അല്ലേ? ഇപ്പം പലരും കുക്ക് ചെയ്യുന്നത് യൂട്യൂബ് വെച്ചാ എന്ന് പറഞ്ഞ പോലെ യൂട്യൂബ് നോക്കി സൈക്കിൾ പഠിക്കാൻ നടക്കുവോ? ഇല്ല. ഇത് ചവിട്ടി 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 പഠിക്കണം. ഇച്ചിരി ചവിട്ടി ഓടുമ്പോൾ ആകെപ്പാടെ ഒരു ആവേശമായി, പിന്നെ ചിലപ്പം വീഴുമ്പോൾ കുറച്ച് പെയിന്റൊക്കെ ഇളകും, എന്നാലും വീണ്ടും കുറച്ചുകൂടെ ഒക്കെ ഓടി കുറെ കഴിയുമ്പോൾ ഒരു ആവേശമായി, കുറച്ച് കഴിയുമ്പോൾ സമീപത്തിലെ കാല്, അല്ലേ, അതിന്റെ ഹാൻഡിലെ കയറ്റി വരെ ഓടിക്കും, അല്ലേ? അതിൽ നിന്ന് കിട്ടുന്ന ആ സാഹസികതയുടെ ഒരു രുചി, ശരിയല്ലേ? വചനവും അങ്ങനെ തന്നെയാ. ഇത് ആസ്വദിച്ച് വരുന്തോറും ഇതിന്റെ രുചി കൂടുതൽ വർദ്ധിക്കുകയും ഇത് കൂടുതൽ ഭക്ഷിക്കാനായിട്ട് സേവിക്കാനായിട്ട് നമുക്ക് ആഗ്രഹം തോന്നുകയും ചെയ്യും. വിശദമായിട്ട് പറഞ്ഞു പോയാൽ സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് വചനം ഭക്ഷിക്കണം. വചനം എന്ന മായമില്ലാത്ത പാൽ ഇങ്ങനെ കുടിച്ചുകൊണ്ടേയിരിക്കണം. ഞങ്ങളുടെ ലിയക്കുട്ടിക്ക് ആദ്യം പശുവിൻ പാൽ ഇഷ്ടമല്ലായിരുന്നു. ഇപ്പം പുള്ളിക്കാരി വല്യമ്മച്ചിമാരെയൊക്കെ പിടിച്ചുകൊണ്ട് പോയി പാലിരിക്കുന്ന പാത്രം ചൂണ്ടിക്കാണിച്ച് മേടിച്ചു കുടിക്കും. ഈ വചനം ആവോളം ഭക്ഷിക്കണം. ഒരു റൗണ്ട് വായിക്കണം, അടുത്ത വർഷം അത് 2 കളഞ്ഞാലോ? നമ്മുടെ ഇവിടെ വരുന്നൊരു യുവാവ് ഉണ്ടായിരുന്നു, 4 പ്രാവശ്യമൊക്കെ വായിച്ചിട്ടുണ്ട് ഒരു വർഷം. അതാണ് ആവേശം. ആരാന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. നമുക്ക് ആവേശം വേണം. പിന്നെ ഈ ആവേശം വെച്ച് ഇതെല്ലാം വായിച്ചാൽ മാത്രം പോരാ, പോഷകങ്ങൾ സാംശീകരിക്കണം. ഇത് നമ്മുടേതാക്കി മാറ്റണം. പത്രോസ് വളരെ നല്ലവനായിരുന്നു, പൗലോസും കൊള്ളായിരുന്നു, അല്ലെങ്കിൽ അന്ത്രയോസ് വളരെ നല്ലൊരു പയ്യനായിരുന്നു, അല്ലെങ്കിൽ ഫിലിപ്പോസ് കൊള്ളായിരുന്നു. ഇതൊന്നും അപ്രീഷിയേറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ ജീവിതത്തില് അന്നേരം തീരുമാനങ്ങളായിട്ട് മാറണം. യോന 3:5-8, 2 രാജാക്കന്മാർ 22:11. ദൈവവചനം കേൾക്കുമ്പോൾ അത് തീരുമാനമായിട്ട് മാറണം. യോശിയ ആരോ എവിടോ തപ്പി കണ്ടുപിടിച്ച ഒരു ന്യായപ്രമാണം എടുത്തു വായിച്ചപ്പോഴത്തേക്ക് തീരുമാനങ്ങളുടെ പൊടിപൂരമാ. പിന്നെ ഇസ്രയേലില് ഉണർവാ, അല്ലേ? ഒരു മനുഷ്യൻ തിരുവചനം കേട്ടു, അത് സാംശീകരിച്ചു, തീരുമാനങ്ങളാക്കി മാറ്റി. യെസ്, പിന്നെ അത് ഉണർവിലേക്കാ കൊണ്ടെത്തിക്കുന്നത് ആ രാജ്യത്തെ മുഴുവൻ. അപ്പം തീരുമാനങ്ങളിലേക്ക് പോകണം, ഉടനുടൻ തീരുമാനമെടുക്കണം.
കഴിഞ്ഞ ഞായറാഴ്ച കേട്ട പ്രസംഗത്തിന്റെ പല പോയിന്റ്സും ഇഷ്ടപ്പെട്ട് കാണും. ചിലപ്പം കുറിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. തീരുമാനം എടുത്തോ? ഇല്ലേ? പ്രസംഗിച്ച ആള് തീരുമാനം എടുത്തോ? പ്രസംഗിക്കുന്നവരോടും വചനം ഇടപെടും അല്ലേ? തീരുമാനം എടുക്കുന്നുണ്ടോ? ഇത് വളരെ ഭയപ്പെടുത്തുന്ന ഒരു വാക്യം. മത്തായി 13:19 ഒന്ന് വായിക്കാമോ? മത്തായി 13:19. ഞാൻ ഇതുവരെ വാക്യം വായിപ്പിച്ചില്ല. ഓക്കെ, വിതയ്ക്കുന്നവൻ വിതയ്ക്കുന്നതിന്റെ ഒരു ഭാഗം വഴിയരികെ വീണു. ഇത് ഉറച്ച തലമായതുകൊണ്ട് ആ വിത്ത് കിളിക്കാതെ തന്നെ അവിടെ കിടന്നു. അപ്പം ഒരാൾക്ക് വന്ന് അത് എടുത്തുകൊണ്ടുപോകാനുള്ള സമയം കിട്ടി. ആർക്കാ? പിശാചിന്. പ്രായോഗികമായിട്ട് ഒരു വചനം കേൾക്കുമ്പോൾ അത് നമ്മളെ സ്വാധീനിക്കുന്നുവെങ്കിൽ, നമ്മുടെ മനസാക്ഷിയെ കുത്തുന്നുവെങ്കിൽ അന്നേരം തന്നെ തീരുമാനമെടുക്കുക. കൊള്ളായിരുന്നു, വളരെ നല്ലതായിരുന്നു. നല്ല സേമിയ പായസം കുടിക്കുന്ന പോലെ ഉണ്ടായിരുന്നു ഇന്നത്തെ ശുശ്രൂഷ. ബാബു ജോൺ സാറിന്റെ ക്ലാസ് വളരെ നല്ലതായിരുന്നു, അടിപൊളി. സീരീസ് കഴിഞ്ഞ അവസാനം എല്ലാം കൂടെ തീരുമാനമെടുക്കാം. ഇല്ല, ഈ വിത്ത് ഉറച്ച സ്ഥലമായ റോഡരികത്ത് വീണ് കിടന്നാൽ, ഇന്നത്തെ ഭാഷ പറഞ്ഞാല് ടാർ റോഡിൽ കുറെ വിത്ത് വീണാൽ എന്നോ പറ്റും? ദേശത്തൂടെ പോകുന്ന കാക്കയ്ക്കും പരുന്തിനും പ്രാവിനും എല്ലാം കാണാൻ പറ്റും, അല്ലയോ? ഇത് മുളച്ചാലോ? ഇത് വീഴുന്നുടനെ തന്നെ മണ്ണിൽ വീണ് മുളച്ച് കിളുത്ത് ഒരു ചെടിയങ്ങായി കഴിഞ്ഞാൽ പിന്നെ കാക്കയ്ക്കും വേണ്ട, പ്രാവിനും വേണ്ട, പരുന്തിനും വേണ്ട. ഇത് തിരുവചനത്തെ കുറിച്ചുള്ള ഒരു അടിസ്ഥാന സത്യമാണ്. വചനം കേൾക്കുമ്പം തന്നെ അത് മനസ്സിലാക്കണം, മനസ്സിലാക്കുമ്പം തന്നെ തീരുമാനങ്ങൾ എടുക്കണം, തീരുമാനങ്ങൾ എടുക്കുമ്പം തന്നെ നടപ്പിൽ വരുത്തണം. അങ്ങനെയാണ് ഈ രംഗത്ത് നമ്മൾ എത്രായിരം പാപം ചെയ്ത് കാണും അല്ലേ? എത്രയോ വചനം കേട്ടിട്ട് അത് നടപ്പിലാക്കാൻ മടി കാണിച്ച്, കൊള്ളാം, നല്ലതാണ്, മാർക്കൊക്കെ കൊടുത്ത് പ്രസംഗിക്കുന്നവർക്കും ആ വചനം വെളിപ്പെടുത്തിയ ദൈവത്തിനും ഒക്കെ മാർക്ക് കൊടുത്ത് സന്തോഷത്തോടെ കടന്നുപോയിട്ട് എത്രയോ തീരുമാനങ്ങൾ എടുക്കാതെ വിട്ടിട്ടുണ്ടായിരിക്കാം. അതെല്ലാം വഴിയരികത്ത് വീണ വിത്താണ്. അതെല്ലാം പിശാച് എടുത്തോണ്ട് പോകും. ഇങ്ങനെയുള്ള അനേകരെ കാണാറുണ്ട്. രക്ഷിക്കപ്പെടാനുള്ള വചനം വീണ്ടും വീണ്ടും അവരുടെ ഹൃദയത്തിന്റെ കഥകളിൽ ഇങ്ങനെ വന്നിടിക്കുക. സഹോദര, സഹോദരി, വചനം മനസ്സിലായോ? നന്നായിട്ട് മനസ്സിലായി. രക്ഷിക്കപ്പെടാൻ എന്താ വേണ്ടത്? അത് സ്വയം ഭാവിയാണെന്ന് സമ്മതിക്കണം. യേശുക്രിസ്തു എനിക്ക് പകരമായി മരിച്ചെന്ന് വിശ്വസിക്കണം. യേശുക്രിസ്തുവിനെ കർത്താവായി സ്വീകരിക്കണം. ഈ പുള്ളി വേണേ പ്രസംഗിക്കുകയും ചെയ്യും. കാര്യം നന്നായി മനസ്സിലായി. പക്ഷെ എവിടെയാ കുഴപ്പം? ഇങ്ങനെ മനസ്സിലാക്കി ആരും സ്വർഗത്തിൽ പോവുകയില്ല. മനസ്സിലാക്കിയത് കൊണ്ട് മാത്രം. മറിച്ച് സ്വന്തം ജീവിതം ദൈവത്തെ ഏൽപ്പിച്ചു കൊടുക്കണം. അതാ കർത്താവായി സ്വീകരിക്കുക എന്ന് പറയുന്നത്. അങ്ങ് എനിക്ക് വേണ്ടി മരിച്ചത്, ഞാൻ പാപിയായതുകൊണ്ട് അങ്ങ് എനിക്ക് വേണ്ടി മരിച്ചത് കൊണ്ട് ഇതാ ഞാൻ ഇന്ന് അങ്ങയെ സ്വീകരിക്കുന്നു. ബൈബിളിനെ കുറിച്ച് റിസർച്ച് ചെയ്ത് PhD നേടിയാലും ഒരു ഗുണവുമില്ല, ഒരിടത്തും എത്തിച്ചേരാനായിട്ട് പോകുന്നില്ല. ഇത് തീരുമാനമെടുത്ത് ഉടനുടൻ നടപ്പിലാക്കണം. സ്നാനത്തെക്കുറിച്ച് പറയുമ്പോഴും ജീവിതത്തിലെ ചില കുറവുകളെ കുറിച്ചൊക്കെ പറയുമ്പോഴും ആളുകൾ ഇങ്ങനെയാ പ്രതികരിക്കുന്നത്. എല്ലാം അറിയാം, പക്ഷെ നടപ്പിൽ വരുത്താൻ മനസ്സില്ല. അങ്ങനെയുള്ളവരുടെ മനസ്സിൽ വിതയ്ക്കപ്പെട്ട വചനം പിശാച് എടുത്തുകൊണ്ടുപോയതിനു തുല്യമാ. എന്ന് പറഞ്ഞാൽ ആ വചനം കേട്ടത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ദോഷമുണ്ടോ? വചനം കേട്ടിട്ട് പ്രതികരിക്കാതിരുന്ന ദോഷമുണ്ടോ? ഉണ്ടോ? ഏറെ കിട്ടിയവന് നിന്ന് ദൈവം ഏറെ ചോദിക്കും. വചനം കേട്ടിട്ട് അതനുസരിക്കാതിരിക്കുന്നത് കൂടുതൽ ശിക്ഷാവിധിക്ക് കാരണമാകും. 7, ആഴമായ തീരുമാനം എടുക്കണം.
13:20 നമ്മൾ കാണുന്നുണ്ട്, വേരടിയിലേക്ക് പോയി ഉറയ്ക്കണം. ഇതെന്തോ ഈ ആഴമായ തീരുമാനം എന്ന് പറഞ്ഞാല്? ആഴമായ തീരുമാനം എന്ന് പറഞ്ഞാല് ഇമോഷണലായിട്ടല്ലാത്ത ഒരു തീരുമാനം. അവിടെ ദൈവം സൗഖ്യം കൊടുത്തു, ഇവിടെ കൊടുത്തു, അവിടെ ഭൂതശാന്തി, ഇവിടെ ഭൂതശാന്തി, അപ്പൊ ഇത് തന്നെയായിരിക്കും ശരി. അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഇന്നാള് പ്രാർത്ഥിച്ചു, അപ്പൊ എനിക്ക് രോഗശാന്തി കിട്ടി, ഇനിയും ഈ കൂട്ടത്തിൽ തന്നെ നിന്ന് കളയാം. ഈ നിന്ന് കളയുന്നത് കൊണ്ട്, അല്ലെങ്കിൽ പള്ളിയിൽ പോയതുകൊണ്ട്, ആരാധനയ്ക്ക് പോയതുകൊണ്ട് ഒരാളും രക്ഷിക്കപ്പെടുന്നില്ല. മറിച്ച് ഈ തീരുമാനം എടുത്തേ മതിയാകൂ. ഏത് തീരുമാനമാണ്? ഞാനൊരു പാപിയാണ്, എന്റെ പാപത്തിനു വേണ്ടി യേശുക്രിസ്തു മരിച്ചു, അതുകൊണ്ട് ഞാൻ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നു. ഇതൊരു വൺസ് ഫോർ ഓൾ ഡിസിഷനാണ്. ഈ തീരുമാനം ജീവിതത്തിൽ ഒരിക്കൽ എടുക്കേണ്ടതാണ്. നമ്മളൊരു വസ്തുവിന് വില പറഞ്ഞെന്ന് വിചാരിക്കാം, 50 ലക്ഷം രൂപ. അപ്പൊ നമുക്കറിയാവുന്ന ആളാ. അപ്പം പുള്ളി പറഞ്ഞു, സഹോദര, ആ കാശ് പെട്ടെന്ന് ഇങ്ങ് തരാമെങ്കിൽ എനിക്ക് ഉപയോഗിക്കാമായിരുന്നു, എഴുതി തരുന്നൊക്കെ ഞാൻ പിന്നീട് എഴുതി തരാമെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ വേണേൽ നമുക്ക് കൊടുക്കാം. പക്ഷേ ഈ 50 ലക്ഷം കൊടുത്താൽ, 60 കൊടുത്താൽ പോലും വസ്തു നമ്മുടെ ആകിലാകുമോ? ഇല്ല. ആ രജിസ്ട്രാറുടെ മുന്നേ പോയി 2 പേരും ഒപ്പിട്ട് കൊടുക്കണം, രജിസ്ട്രാറും ഒപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് അവസാനം ഒരു സീല് വെച്ച്, ഒരു ഇടിയുണ്ട് രജിസ്ട്രാർ അല്ലേ, ആ സീലും കൂടെ വെച്ച് കഴിയുമ്പോഴേ അത് നമ്മുടേതാകുള്ളൂ. ഒരു മനുഷ്യന് തിരുവചനത്തിൽ നിന്ന് പ്രയോജനം ഉണ്ടാകണമെങ്കിൽ അത് രക്ഷിക്കപ്പെടുന്നതിനുള്ള ബന്ധത്തിൽ പറയാൻ വളരെ എളുപ്പമാണ്. ജീവിതത്തിൽ ഏതോ ഒരു സമയത്ത് ഞാനൊരു പാപിയാണെന്നുള്ള ബോധ്യം വന്നു, യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്നുള്ള ഉറപ്പ് ലഭിച്ചു, അതുകൊണ്ട് ഇനി യേശുക്രിസ്തുവിനായി ജീവിക്കുമെന്നുള്ള തീരുമാനമെടുത്തു. ഇത് ജീവിതത്തിൽ കേൾക്കുന്ന വചനത്തോടെല്ലാം നമ്മുടെ പ്രതികരണം ഇതായിരിക്കണം. കർത്താവേ, നീ ഇങ്ങനെ പറഞ്ഞല്ലോ, എന്റെ കുറ്റങ്ങളെ, എന്റെ കുറവുകളെ നീ ബോധ്യപ്പെടുത്തി തന്നല്ലോ, അതുകൊണ്ട് ഞാനിത് സ്വീകരിക്കുന്നു. ഇത് സ്വീകരിച്ചാൽ എനിക്ക് ഇന്ന ഗുണങ്ങളുണ്ട്, സ്വീകരിച്ചില്ലെങ്കിൽ ഇന്ന ദോഷങ്ങളുണ്ട്. ഇത് സ്വീകരിക്കാതിരിക്കുന്നത് അവിശ്വസ്തതയാണ്. കള്ളനെ പിടിക്കുമ്പോൾ ലജ്ജിക്കുന്നത് പോലെ ഞാൻ ലജ്ജിക്കേണ്ടി വരും. Therefore I am taking the decision. അതാണ് ആഴത്തിലുള്ള തീരുമാനം. എല്ലാം വിശകലനം ചെയ്ത ഒരു തീരുമാനം എടുക്കുക. 8 അനുസരണം. ഫിലിപ്പിയർ 3:15-16. നമ്മുടെ ജീവിതത്തില് അനുസരണം വേണം. ഈ വാക്യത്തിൽ പറയുന്നത് ലഭിച്ചത് മുഴുവൻ അനുസരിച്ച് ജീവിക്കാത്തവന് ദൈവം പുതിയതൊന്നും വെളിപ്പെടുത്തി കൊടുക്കത്തില്ല. നമ്മുടെ പലരുടെയും വാശി അതാ. LKG പഠിക്കുന്നത്, LKG പാഠം പഠിക്കാൻ മനസ്സില്ല, PhDക്കുള്ള കുറച്ച് പോർഷനും കൂടെ എന്നെ പഠിപ്പിക്കാന്നാ പറയുന്നത്. ദൈവത്തിന് ഈ പരിപാടിയേ ഇല്ല. നീ അറിഞ്ഞ സത്യത്തോട് വിശ്വസ്തനായെങ്കിൽ മാത്രമേ പുതിയ സത്യങ്ങള് അരുളി ചെയ്യാനുള്ള ഉത്തരവാദിത്വം രാജാതിരാജാവായ കർത്താവായിട്ടുള്ള ദൈവം ഏറ്റെടുക്കത്തുള്ളൂ. അയ്യോ, ഇത് നമ്മൾ ഓർത്തിരിക്കണം, ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒരു കാര്യം ബോധ്യമായിട്ട് അത് സ്വീകരിക്കാതെ ഇരുന്നാൽ അടുത്ത സ്റ്റെപ്പ് പറഞ്ഞു തരുന്ന ചുമതല ദൈവത്തിനില്ല. ചില പിള്ളേരുണ്ട്, ഞാൻ രക്ഷിക്കപ്പെട്ട എനിക്ക് എന്നെ അപ്പം തരാത്തെന്നൊക്കെ പറഞ്ഞു ബഹളം ഉണ്ടാക്കി. എടാ മോനെ, സ്നാനപ്പെടാനുള്ള തീരുമാനം നീ എടുത്തിട്ടുണ്ടോ? ഇതങ്ങ് നടക്കട്ടെ അല്ലേ? ഇനി അടുത്തതൊക്കെ പിന്നീട് മെല്ലെ മെല്ലെ കിട്ടുമ്പം ചെയ്യാം. ഈ ഓൾ പ്രൊമോഷൻ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു ഈ സൈസോന്റെ ഒക്കെ രാജ്യത്ത് അല്ലെ, സംസ്ഥാനത്ത് മിടുക്കരായിട്ടുള്ള പിള്ളേർക്ക് ഓൾ പ്രൊമോഷൻ കിട്ടാറുണ്ട്. സൈസോറിനും അങ്ങനെ കിട്ടിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതോ ഉഴപ്പനായിരുന്നോ എന്ന് എനിക്കറിയത്തില്ല. നല്ല ശരിക്കും പഠിച്ചാൽ ഓൾ പ്രൊമോഷൻ കിട്ടും. നമുക്കെല്ലാം ഓൾ പ്രൊമോഷനാണ് വേണ്ടത്. പറഞ്ഞ കാര്യമൊക്കെ ഇപ്പോഴും അനുസരിക്കാൻ പറ്റില്ല, ഞാൻ പിന്നീട് അനുസരിക്കാം. അടുത്ത കാര്യം ഇങ്ങനെ പറഞ്ഞതാ, ഇങ്ങനെയൊരു കച്ചവടം നമ്മുടെ ദൈവത്തിന് ഇല്ല കേട്ടോ. പറഞ്ഞതനുസരിച്ചാലേ അടുത്തത് പറഞ്ഞു തരത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് അനുസരണം എന്ന് പറയുന്നത് വലിയ ഒരാവശ്യമാണ്. ശമൂവേലിന്റെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ടല്ലോ അനുസരണത്തെ കുറിച്ച്. ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും, ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. ഒബീഡിയൻസ് ഈസ് ദ വെരി ബെസ്റ്റ് വേ അല്ലെ എന്നും പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ. ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. കേട്ട വചനത്തോട് നീതി പുലർത്താൻ നമുക്കിടയാകട്ടെ. ഏതെങ്കിലും കാലത്ത് 50 വർഷം മുമ്പായാലും വേണ്ടില്ല,
ദൈവം എന്നോട് സംസാരിച്ചിട്ട് അതിനനുഗുണമായ അനുപൂരകമായ തീരുമാനമെടുക്കാതെ ഏതെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു പരിഹരിക്കപ്പെടാത്ത പാപം എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, അനുസരണക്കേടുണ്ടെങ്കിൽ, താഴ്മക്കുറവുണ്ടെങ്കിൽ, യെസ്, നമുക്ക് ദൈവസന്നിധിയിൽ അത് ഏറ്റു പറയാം. കർത്താവേ, നിന്റെ വചനം എന്നെ ബോധ്യപ്പെടുത്തിയിട്ട് ഞാൻ അനുസരിച്ചിട്ടില്ല, അതുകൊണ്ടാണ് എനിക്ക് ആത്മീയ വളർച്ച പക്വത ലഭിക്കാത്തത്. എന്നോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. താങ്ക് യു വൺ ആൻഡ് ഓൾ.